ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാൻ ഫ്രഷ് ലൈമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ഫ്രഷ് ലൈം അല്ല, നല്ല ക്രീമി ഫ്രഷ് ലൈമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രഷ് ലൈം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ലൈം തയ്യാറാക്കാൻ വേണ്ടി ഒരു നാരങ്ങ ഇതേപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം അതിനുള്ളിലെ ആ സീഡൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ്. നാരങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ അരിഞ്ഞു വെക്കുക. എന്നിട്ട് ഇതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 4 ബദാമും 6 കശുവണ്ടിയും കൂടെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം കുറച്ച് ബാക്കിയുള്ളത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബദാമിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ബദാം സോക്ക് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ തോല് കളയാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ ഈ ബദാമും കാഷ്യൂനട്ടും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ. നമ്മുടെ ഫ്രഷ് ലൈമിന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ അതുമാത്രമല്ല, വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്ക് ഈ ബദാമിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ നാരങ്ങയും കാഷ്യൂനട്ടും ബദാമും കൂടെ നന്നായിട്ടൊന്ന് ഈ ഒരു പാകത്തിനൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു വലിയ മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം ഒരു അരിപ്പ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചത് ഈ അരിപ്പ കൊണ്ടൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ചെറിയ മിക്സിയുടെ ജാറിൽ അരക്കുന്നതെന്ന് വെച്ചാൽ ഈ കാഷ്യൂനട്ടൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ ജാറിൽ അരക്കാൻ പറഞ്ഞത്. നമ്മൾ വലിയ ജാറിൽ ഒരുമിച്ച് അരക്കുമ്പോൾ ചിലപ്പോൾ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരക്കാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം. പിന്നെ ഫ്രഷ് ലൈം നമ്മൾ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഉണ്ടാക്കി ഉടനെ തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ നാരങ്ങ തോലോട് കൂടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല ഫ്രഷ് ലൈം. അത് ഫ്രഷ് ലൈം എപ്പോൾ ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാര്യം തോലോട് കൂടി അരക്കുമ്പോൾ നമുക്ക് അധികം സമയം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. വേഗം തന്നെ കുടിക്കുക. പിന്നെ ഇനി ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോവാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമല്ലോ, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും നമ്മുടെ ഫ്രഷ് ലൈമിന്. ഇപ്പോൾ സാധാരണ ഫ്രഷ് ലൈം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലൊരു വെറൈറ്റി ടേസ്റ്റും കൂടി ആയിരിക്കും ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നാരങ്ങയുടെ അളവിനാണ് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അധികം ഉണ്ടാക്കണമെങ്കിൽ അതനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരുന്ന വിധത്തിൽ. ഇപ്പോൾ ഇത് ഫുൾ വൈറ്റ് കളർ ആവുന്നതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ ഒരു 4 മിനിറ്റോളം മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഈ ഫ്രഷ് ലൈം കിട്ടും. ഇനി ഇത് 2 ഗ്ലാസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെർവിങ് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് നമ്മുടെ ഫ്രഷ് ലൈം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ലൈമാണ്. പിന്നെ ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് മുകളിൽ പതഞ്ഞ് വന്നിട്ടുള്ള പത പോലെയുള്ളത് ഞാനിതിന് ഫ്രഷ് ലൈമിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്പൂൺ കൊണ്ടൊന്ന് കോരി ഇട്ട് കൊടുത്താൽ മതി. ശരിക്കും നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും നമുക്കിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ലൈമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.